ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കിയേ. ഇതൊക്കെ നേരായി എന്ന് കരുതിയതാണ് ഗൈസ്. ഇപ്പൊ നോക്കിയേ, പിന്നെ വന്നു അതേ എറർ. ഹീറ്റ് ഹീറ്റ് ഹീറ്റ്. നേരെയൊക്കെ പോയി കഴിഞ്ഞാൽ അതിനൊരു കുറഞ്ഞ മിനിമം ഒരു ഗ്യാരണ്ടി വേണ്ടേ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം, അതും ജനുവരിയിൽ. നോക്കിയേ, ഗേറ്റിന്റെ മുകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ നിൽക്കുന്നത്, ഈ ഇലകളുടെ മുകളിലൊക്കെ ഇങ്ങനെ മഞ്ഞുതുള്ളി നിൽക്കുന്ന ഒരു ഫീലില്ലേ. രാത്രി നല്ല ഗംഭീര മഴയായിരുന്നു, അടിപൊളി മഴ. രാവിലെ വന്ന് നോക്കുന്ന സമയത്ത് ദേ ഇവിടെ ഫുള്ള് വെള്ളം, ഗേറ്റിന്റെ മുകളിൽ വെള്ളം. പ്രത്യേകിച്ച് ഈ ജനുവരിയിലൊക്കെ മഴ പെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് ഫീലിംഗ് തന്നെയാണ് കേട്ടോ. എങ്ങനെയുണ്ട് കേരളത്തിൽ ഈ നേരത്തൊക്കെ മഴ ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല. ചെന്നൈനെ സംബന്ധിച്ചിടത്തോളം ഓരോ മഴയും സ്പെഷ്യലാണ്. ഇവിടെ മഴ പെയ്യാന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ മഴ പെയ്യുള്ളൂ, പെയ്ത് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കമാണ്. ഗുഡ് മോർണിംഗ് ചേച്ചമണി. ഉറങ്ങണോ? എത്ര മണിയായെന്നാ വിചാരിച്ചറിയോ? 9 മണിയായി. ഇതായിരിക്കണോ മുത്തശ്ശി? ഇതിന്റെ മുകളിൽ കിടക്കില്ല, എല്ലാവരും നിലത്തേ കിടക്കുള്ളൂ. ലീവ് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഡിഫറെന്റ് ഫീലിംഗ് അല്ലേ? ഇതൊക്കെ അങ്ങനെ കാണുമ്പോൾ പണ്ട് കുട്ടിക്കാലത്ത് ലീവൊക്കെ കിട്ടണ സമയത്ത് ചുരുണ്ടുകൂടി കിടന്നതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അത് ചൊത്തന് കുറെ വലുതാകുമ്പോൾ മനസ്സിലാവും. എന്ത് ഇപ്പോഴാണ് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് വരുന്നത്. നല്ല തണുപ്പാണ് ഇവിടെ. രാവിലെ ആണെങ്കിൽ നല്ല ഗംഭീര മഴയും പെയ്തു. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അല്ലേ? അയ്യോ, തണുത്തിട്ട് വയ്യാലേ ചത്തമണിയെ. ചൊത്തന് തണുക്കണില്ലേ? ഇല്ലേ? രാവിലെ എണീറ്റിട്ട് ചൊത്തനെ വിശക്കണമൊന്നുമില്ലേ? ഇനി നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണ്ടേ? നമ്മുടെ ശീലം മുടക്കണ്ടല്ലോ. വെള്ളം കുടിക്കുക, എന്നിട്ട് നമുക്ക് കുറച്ചു നേരം അപ്പിടായിരിക്കണം. പിന്നെ നല്ലല്ലേ കൊമ്പയിലേക്ക് വല്ലതും പോവുള്ളൂ? അപ്ലോഡിങ് മാത്രം മതിയോ? ഡൗൺലോഡിങ്ങും വേണ്ടേ? വേണ്ടേ? ആ ചൊത്ത കുടിക്കണോ? തണുക്കണുണ്ടോ? ഒരു ഗ്ലാസ് വെള്ളം, അതായത് വാവടക്കുട്ടിയുടെ കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1/4 ലിറ്റർ വെള്ളം, പച്ചവെള്ളം, ഇത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുക്കണം എല്ലാ കുട്ടികൾക്കും, എല്ലാ ആൾക്കാരും. വലിയ ആൾക്കാരായാലും ശരി, രാവിലെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കണത് നല്ലതാ. ഈ ചായയും കാപ്പിയൊക്കെ കുടിക്കണേക്കാട്ടും ഭേദം അല്ലേ? അതൊക്കെ അതെ, ഞാൻ ചെറുപ്പത്തിൽ കുടിച്ചിരുന്ന അങ്ങനെ. ആ പിന്നെന്താ, ഈ തണുപ്പായിട്ടാണ് കുടിക്കാത്തത്. ദോശ പരിപാടികൾ നടക്കുന്നു. വാഷിംഗ് മെഷീനിൽ അമ്പുതാ തുണിയിടാൻ പോകുന്നു. ലീവ് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ആചാരമാണിത്. എന്തായാലും സാധനം വർക്കായിട്ടുണ്ട്, വർക്കാവാൻ തുടങ്ങി. കംപ്ലൈൻ്റൊക്കെ തീർന്നു. ഈ സാധനം വർക്ക് ചെയ്യാണ്ട് എത്ര ദിവസം നിന്നത് അറിയോ? മനുഷ്യനായിട്ട് കഷ്ടപ്പെടുത്തിയത്. ഇപ്പം ആശ്വാസമായി. ഇതൊക്കെ നേരായി എന്ന് കരുതിയതാണ് ഗൈസ്. ഇപ്പം നോക്കിയേ, പിന്നെ വന്നു അതേ എറർ. ഹീറ്റ് ഹീറ്റ് ഹീറ്റ്. അയാളിത് മാറ്റി വെച്ച് പോയതാണ്. ഇതൊക്കെ റിപ്പയർ ചെയ്ത് പോയതിന് നല്ല പൈസ വാങ്ങിച്ച് പോയതാ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ആയിട്ട് ഓടും എന്നുള്ളത് അറിയില്ല. ഓടിയാൽ നന്നായിരുന്നു, ഇല്ലെങ്കിൽ കുടുങ്ങും. കൊണ്ടാവില്ല, എനിക്ക് പനി വരെയാണ്. ഞാൻ കിടക്കും പോയിട്ട് എനിക്ക് വയ്യ. ഇത് ഇത്ര കുന്നു പോലെ ഇടിഞ്ഞുകൊണ്ട് ഒരു സെറ്റ് ഇടാന്ന് വെച്ചിട്ടതാണ്. അയാളെ വിളിച്ചാലോ? വിളിക്കൂ, ഇപ്പൊ തന്നെ വിളിക്കൂ. വാഷിംഗ് മെഷീൻ പിന്നെയും കംപ്ലൈന്റ് ആയി. നേരെയാക്കണ ആള് ഉച്ചയ്ക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെയാക്കി പോയി കഴിഞ്ഞാൽ അതിനൊരു കുറഞ്ഞ മിനിമം ഒരു ഗ്യാരണ്ടി വേണ്ടേ? പെട്ടെന്ന് കേടാവാൻ പാടുമോ? ഇതിപ്പോ ഫസ്റ്റ് റണ്ണാണ്. നേരെയാക്കി പോയതിനു ശേഷം പിന്നെ ഇന്നാണ് ഓൺ ആക്കണത്. 8ന്റെ പണി കിട്ടുക പറഞ്ഞാൽ ഇങ്ങനെ കിട്ടണം. എന്താ പാടിപ്പോ? അങ്ങനെയുണ്ട്, തൊണ്ടവേദന അങ്ങനത്തെ ഉണ്ട്, സംസാരിക്കാനും വയ്യ. പനി പിന്നെ കുറവുണ്ട്. ഇന്നലെ രാത്രി നടുക്ക് പനിച്ചു, പിന്നെ ഫുള്ളായിട്ട് ഇതൊക്കെ കവർ ചെയ്ത് പോത്തി കിടന്നു. ചോദിച്ചു നോക്ക്, വാഷിംഗ് മെഷീൻ തലയിൽ ഇന്നലെ വെച്ചിരുന്നു. പറയാറുണ്ട് വെക്കരുത്. അച്ഛന്റെ താടിയോ? അമ്മേ തൊണ്ട നനയ്ക്കുന്നുണ്ടല്ലേ? അത് കുറച്ച് ചൂടുവെള്ളം കാക്കുന്നതിന് കുടിച്ചതിന് ശേഷം ഇയാള് കഴിച്ചു നോക്കാം, അപ്പൊ ലെവലാവും. എന്താ എക്സ്പ്രഷൻ നോക്കാം. ഇയാൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ശരിയായില്ലേ? ചൂട് കാത്ത് പിടിച്ചപ്പോ ഒരാശ്വാസം കൊടുക്കുമ്പോ ആ സമയത്ത് ചുക്കുണ്ടോ ഇതിനിവിടെ? ഇഞ്ചി ഇട്ടാൽ മതി. ഇഞ്ചിയോ? ആ, ഇഞ്ചിയുടെ കഷ്ണം പിന്നെ എന്താണ് ജീരകവും രണ്ടും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ അതിന് പച്ചയിഞ്ചി മതിയാവോ? ആ പച്ച ഉണ്ടാക്കാറുണ്ടോ? ഇഞ്ചി ചതച്ചിടാം. കുറച്ച് കുരുമുളക് പൊടി, കുരുമുളക് വേണം. കുരുമുളക് ഹോളല്ല, പൊടി. പിന്നെ ജീരകം കുറച്ച്,
ഇതൊക്കെ ഇട്ട് നല്ല കുറച്ച് വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ വേണമെങ്കിൽ ലേശം പേരിന് മുമ്പിൽ ഇതാണ് നിൽക്കേണ്ടത്, പഞ്ചസാരയല്ല. ഇതൊക്കെ നല്ലപോലെ തിളപ്പിച്ച് വരും. ചേട്ടൻ്റെ ചുക്കാപ്പി ആയിട്ട് ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ ദോശ ഓംലെറ്റ്. ചുക്കാപ്പി കുടിച്ചോ? കുടിച്ച് അങ്ങനെയുണ്ട്? കുറവുണ്ടോ? ഇത്തിരി ആശ്വാസമുണ്ട്. സമാധാനമല്ലേ? നോക്കാം, ഇതൊരു ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്. വായ കുടിച്ചോ? എങ്ങനെയുണ്ട്? രസമുണ്ടാ? ടേസ്റ്റ് ഉണ്ടാ? എരിയുന്നില്ലേ? ചുക്ക് കാപ്പി അമ്മ ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയുണ്ട് നോക്കട്ടെ. വലിയ എരിവൊന്നുമില്ല. പുതിയതൊന്നും വാങ്ങിച്ചേ പറ്റുള്ളൂ. EMI മെയിൻ അതാണ്. പുതിയ വാഷിംഗ് മെഷീനാണ് മെയിൻ. ഇതില്ലാതെ പറ്റുന്നില്ല ഒന്നും. വയ്യാത്തോട്ട് ഞാൻ എങ്ങനെയപ്പോൾ തിരുമ്പിടെ അന്ന് എങ്ങനെയോ തിരുമ്പി വെള്ളം കയ്യിൽ പെടാനേ പറ്റുന്നില്ല. എന്തത്? ഇതെന്താ ചോക്കപ്പൊടിയിൽ മുങ്ങിയിരിക്കേ? ട്രൗസറുമ്പോ മൊത്തം ഉണ്ടല്ലോ. ഹലോ, എന്താ ഉദ്ദേശം? അല്ലെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയിട്ടിരിക്കുക. അതെന്താ അതിന്റെ ഇടയിൽ ഇങ്ങനെ പണി തന്നാലോ? ഇതൊക്കെ എങ്ങനെ കഴുകിണ്ടാക്കാനാ? ആയിട്ടില്ലേ? ഓടുന്നുണ്ടാ? എങ്ങനെ ഇത്ര നേരം അവിടെ ഹീറ്റ് എന്ന് കാണിച്ചിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ഓടുണ്ട്. കുറച്ച് കഴിയുമ്പോ നാളെ നോക്കുമ്പോ കുറച്ച് കഴിയുമ്പോ ഓടുന്ന കാണിക്കുന്നുണ്ടോ? ഭാഗ്യം. ഇല്ലെങ്കിൽ ഇപ്പൊ മൊത്തം ഇരുന്ന് നമ്മള് ബക്കറ്റിൽ ഇട്ടിട്ട് അലക്കേണ്ടി വന്നാനെ. ഓടുന്നുണ്ടല്ലേ? 25 മിനിറ്റിന്റെ കൊടുത്തിരിക്കുന്നല്ലേ? ഇനി ഈ സാധനം എപ്പോഴാ നിൽക്കാന്നാവോ? നിൽക്കാണ്ട് ഓടിയാൽ മതിയായിരുന്നു. ചോത്തന്റെ ഹോബി തുടങ്ങിയിരിക്കുകയാണ്. മാമുണ്ട 1 മണിയാവാറായി. ലഞ്ച് ടൈം. വഴുതനങ്ങ ക്യാരറ്റ് ഉപ്പേരി, പൊട്ടറ്റോ മസാല കറി, റൈസ്, തൈര്, അച്ചാറ് വേറെ. ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഹലോ, നോക്കി ഞാൻ പൊട്ട കത്തിട്ടൊക്കെ ഇങ്ങനെ എടുത്ത് മൊത്തം അങ്ങനെ കോരി. വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്ത ആള് നാളേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആ സ്പിന്നും അതിൻ്റെ ട്രൈ എന്ന് പറയുന്ന ആ സാധനം മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി ഏത് ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും ഓൺ ചെയ്താലും ഹീറ്റ് എന്നുള്ള എറർ വന്നുകൊണ്ടിരിക്കുക. നാളെ അങ്ങേര് വന്നാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെയും പണി കിട്ടും, കൊടുത്ത പൈസ ഒക്കെ വേസ്റ്റ് ആവുകയും ചെയ്യും. എനിവേ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം കമ്പ്യൂട്ടറിൻ്റെ മുകളിലേക്ക് കയറിയതാണ്. അപ്പോൾ രാത്രിയായി. ഇതുവരെയും ഇത് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഇത് ജർമ്മനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഒരു പ്രൊഡക്റ്റല്ല, ഒരു കൂട്ടം പ്രൊഡക്റ്റുകളാണ്. അതിൻ്റെ ഒരു ഡിസൈനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.